ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നമ്മുടെ എന്നാ പറയുക, ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6th ഡേ ആണ്. അപ്പം നാളെ ഒരാഴ്ച കേട്ടോ. അപ്പോൾ നമ്മളിപ്പം കാനഡയിലുള്ള ഒട്ടാവ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഒട്ടാവ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പം ഇവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ അഖിലിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ബിക്കോസ് അവർ നയാഗ്രയ്ക്ക് നമ്മുടെ കൂടെ വരാനിരുന്നതാണ്. ആ സമയത്താണ് പെട്ടെന്ന് അവർക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പോലെ, എന്നുവെച്ചാൽ കാലിന് പ്രോബ്ലം ഒക്കെ വന്നിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല. പുള്ളിക്കാരുടെ വൈഫിന്, അഖിലിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന്. സോ നമ്മൾ ഇങ്ങോട്ട് വന്നു. നയരെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ വൺ ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം വൈകുന്നേരമായി. നമ്മളൊക്കെ ഇന്നലെ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എണീറ്റപ്പോൾ നല്ല ലേറ്റ് ആയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഫുഡ് കഴിക്കാൻ തുടങ്ങണേ വൈകുന്നേരം കേട്ടോ. ഇപ്പോൾ ഒരു 4:15 വൈകുന്നേരം 4:15. അപ്പോൾ നമ്മളിപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോണേ. നമ്മളിപ്പോൾ എവിടെ ചെല്ലുന്നത്? നമ്മൾ ഓട്ടോവ ഡൗൺ ടൗൺ. ഇവിടുത്തെ ഓൾഡ് ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് ഗ്ലീബ് എന്നൊക്കെ പറയും. പണ്ട് ഡൗൺ ടൗണിന്റെ വേറൊരു എക്സ്റ്റൻഷൻ. ഇവിടെ കുറച്ചൊരു സൈലന്റ് ആണോ? ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ മൊത്തം വൈറ്റ്സ് ആണ്. മെയിൻ ഡൗൺ ടൗൺ ഉള്ളവരല്ല, പക്ഷെ ഇവിടുത്തെ ആൾക്കാർ തന്നെ പോപ്പുലേഷൻ ഒക്കെ കാം ആൻഡ് ക്വയറ്റ് ഡൗൺ ടൗൺ എന്ന് പറയാം. റെസ്റ്റോറൻറ്റ്സും പാറ്റിയും കണ്ടു കഴിഞ്ഞാല് മഴ ആയോണ്ടാ, അല്ലെങ്കിൽ ഒരു നൈസ് ഒരു എന്തായാലും ഷവർമ കാണാം ഈവനിങ്. ഷവർമ കാനഡയിൽ എല്ലാ മൂലക്കും കാണാം. അത് മറ്റേ അറബിക് അവരുടെ ആൾക്കാരുടെ ആധിപത്യത്തിന്റെ കൂടുതൽ കൊണ്ടാ. ഇമിഗ്രൻസ് കണ്ടമാനം വന്നു കഴിഞ്ഞപ്പം ഷവർമ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ നോക്കിയപ്പോഴത്തേക്കും വെള്ളക്കാർക്ക് നോക്കിയപ്പോൾ നല്ല സ്പൈസി അല്ല, സെയിം ടൈം അവർക്ക് വേണ്ട വെജീസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, സാൻഡ്വിച്ചിന്റെ ഒരു ഹെൽത്തി മീലുമാണ്. പ്രൊമോട്ട് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു എല്ലാരും. ഓക്കെ, ഇത് ഡൗൺ ടൗൺ അല്ലേ? ശരിയാ. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു ഓൾഡ് സിറ്റി, വലിയ ബഹളം ഇല്ല. ഇനി എനിക്കറിയത്തില്ല, ഇന്നിപ്പം ഇച്ചിരി മഴയൊക്കെ ആയിട്ടുള്ളൊരു ക്ലൗഡി കേട്ടോ. ആൾക്കാരെല്ലാം ഇത് കണ്ടോ, മറ്റേ റെയിൻകോട്ടൊക്കെ ഇട്ട് കിടക്കുന്നത്. ഈ ഡൗൺ ടൗണിൻ്റെ അകത്ത് നല്ലൊരു സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിനകത്ത് എന്തോ കളി നടക്കുന്നുണ്ട്. കളി കഴിഞ്ഞു കേട്ടോ, ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. ബേസ്ബോൾ ആയിരുന്നോ? അതെ, ഒരു ബേസ്ബോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ അവിടെ പിച്ചിരി തിരക്കുണ്ട്. ആൾക്കാരൊക്കെ അതിന് തന്നെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് കണ്ട്. സോ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു അല്ലേ ഈ സിറ്റി. ആ ഒരു മാച്ച് കണ്ടിട്ട് പോകുന്ന, അതായത് ഈ സിറ്റി ഡൗൺ ടൗൺ തന്നെ ഭയങ്കര അടുത്തായിപ്പോല്ലോ. ഈ റോഡൊക്കെ കാണിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇപ്പൊ ട്രാഫിക് ആണ്. പക്ഷെ അല്ലെങ്കിൽ കാണാൻ രണ്ട് സൈഡ് നല്ല രസമാണ്. ഇപ്പൊ നല്ല തിരക്കുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സൈഡ് വാക്സ് ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇതാണ് ഡൗൺ ടൗൺ, പ്രോപ്പർ ഡൗൺ ടൗൺ. IT പാർക്സും അല്ലെങ്കിൽ മേജർ ഗവൺമെന്റ് ഓഫീസസ് എല്ലാം ഇങ്ങനത്തെ ബിൽഡിങ്സ്. കാണുന്ന ഒരു പള്ളിയാണ്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പഴയ ഫ്രഞ്ച് ആർക്കിടെക്ട് പോലൊക്കെയാണ്. ടൊറന്റോ ഡൗൺ ടൗൺ ആയിട്ട് ഇത് നോക്കുമ്പോൾ ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ്. അതെ, അത് ഉറപ്പായിട്ടുണ്ട്. ഒത്തിരി പേര് ടൊറന്റോ ഇപ്പോൾ ഒട്ടോവയ്ക്ക് എല്ലാം മൂവ് ചെയ്തോണ്ടിരിക്കുക. ഈ തിരക്ക് കാരണം ഒന്ന് ഹൈ പ്രൈസസ്, കോസ്റ്റ് ഓഫ് ലിവിങ് ടൊറന്റോ നല്ല കൂടുതലാണ്. ഇവിടെ ആൾക്കാർ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുന്നത്. ഇപ്പം എറണാകുളത്തുള്ളവര് മെട്രോ എടുക്കുന്ന പോലെ. അത് മാത്രമല്ല, ഇവിടെ ഈ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സിന്റെ പാർക്കിംഗ് ഫീസ് മാത്രം നമ്മൾ മാസം ഒരു $150 to $200 കൊടുക്കണം റെന്റിന്റെ മേളില്. ഇല്ലെങ്കിൽ എന്നാ കുഴപ്പമില്ലേ? അപ്പൊ 2 വണ്ടി ഉള്ളതിന്റെ അവസ്ഥ നോക്കി. ഒരു വണ്ടിക്ക് ഒരു സ്പോട്ടിന് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് വിശപ്പുവാ.
എല്ലാവർക്കും വിശക്കത്തുണ്ട്. ദേ ഇവിടെ ഒരു വലിയ നമ്മൾ എപ്പോഴാണ് വണ്ടി നേരെ പബ്ബിലോട്ട് പോട്ടെ. നോ വേ, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. നല്ല ഞാൻ കാര്യം കാര്യമായിട്ട് കഴിക്കണം. യെസ്, അതാണ്. കുറച്ചുകൂടെ ഇതാ ബ്ലെസ്സിംഗ് കോട്ടാണ്. അതുന്നുണ്ട്, ഇവിടുന്നുണ്ട്. ആ ഫ്രണ്ട് കാണുന്ന ആ ബിൽഡിംഗ് ഇതോ അവരുടെ പഞ്ചായത്ത് ഓഫീസ്. അല്ല, അതുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ 2 ഫേമസ് ബിൽഡിംഗ് ആണ്. ഒന്ന് ഇവിടുത്തെ ഹൈക്കോർട്ടും ഒന്ന് ഇവിടുത്തെ പാർലമെന്റ് ബിൽഡിംഗും ആണ്. ഹൈക്കോർട്ടല്ലേ ഈ പുറകിൽ നിൽക്കുന്നത്? ഇതെന്നാ ഞാൻ ചോദിച്ചത്. ഇത് കോൺഫെഡറേഷൻ ബിൽഡിംഗ് ആണ്. അപ്പം ഹൈക്കോർട്ടും ഗവൺമെന്റ് ഓഫീസ്. ഈ കാണുന്നത് എന്നാ? ഈ കാണുന്നതാണ് പാർലമെന്റ് ഹൗസ്. ഇതോ? ഓക്കെ. സോ യൂഷ്വലി ഇവിടെ നവംബർ 11-നൊക്കെ ബേസിക്കലി ആൾക്കാർ ഇതിനകത്താണ് കോർട്ടും പാർലമെന്റും ഒക്കെ. എന്നാ വലിയ ബിൽഡിംഗ് അത്. ക്രിസ്മസ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത്തയില് ഈ ബിൽഡിങ്ങിൽ തന്നെ ലൈറ്റ് ഷോസ് പോലെ കാണും. ഹിസ്റ്ററി ഓഫ് കാനഡ ഒക്കെ. അതെ, അതോ? അത് പാർലമെന്റ്. ഇത് കാണുന്നത് എന്റെ പൊന്നെ അവന്മാരെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇത് ഇതന്നെ, ഇതും ഹോട്ടലിന്റെ ഇതാണല്ലോ, ചെറിയ ഹോട്ടലാണോ ആണ്ടെ ആ ഫ്രണ്ടിലുണ്ടല്ലോ ഇത് ഇതുപോലെ തന്നെ. അതിനാ ഇത് എനിക്ക് തോന്നുന്നു പയ്യ പോവാം. എന്നാ നമുക്ക് അത് പറയാനോ എവിടെ മാറിപ്പോകുന്നു. ഈ കാണുന്നത് ഇതിലാണ് നമ്മൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെ, നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ നടന്ന് ഒന്ന് കവർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ താഴെ നമ്മുടെ റീഡൂടെ കനാലിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇതൊക്കെ പാർലമെന്റ് ഓഫീസസ്. ഇതിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് കാണുന്ന കണ്ടോ, ഫെമൻ ഷാറ്റോ കണ്ടോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടല്. സോ ഇവിടെ വരുന്ന എല്ലാ ഫോറിനേഴ്സും ട്രാവലേഴ്സും അവിടെ ബുക്ക് ചെയ്യും. ബേസിക്കലി അവർക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങി ഡൗൺ ടൗണിലും ഒക്കെ പോയാൽ മതിയല്ലോ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഹബ്ബാ. ഇതിന്റെ അടിയിൽ തന്നെയാണ് ഇവിടുത്തെ ട്രാൻസിറ്റ് എല്ലാം വരുന്നത്. സോ ആൾക്കാർ വരുന്നത് ഇതിന്റെ അടിയിൽ കൂടെ കോൺഫെഡറേഷൻ ലൈൻ ഉണ്ട്, മറ്റേ സബ്വേ പോലെ ഇല്ലേ. സോ അത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ആൾക്കാർ ഗവൺമെന്റ് ഓഫീസിലോട്ടുള്ള ആൾക്കാരെല്ലാം ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നു. നമുക്ക് കയറി കാണാം ഇങ്ങനെയുണ്ടോ എന്ന് നോക്കാം. ഇവിടെ എവിടെയും വെയിറ്റ് ചെയ്താലും ആരെങ്കിലും വണ്ടി എടുക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കാം. നമ്മളിത് ഈ ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ട്രീറ്റിൽ അല്ലേ, ഒരു സ്ട്രീറ്റ് വന്നേ. അപ്പം ഇവിടെ കിടക്കുന്ന കാറിനെല്ലാം നമ്മൾ പേ ചെയ്യണതാണ്. ആ ഒരു പോലീസുകാരൻ വന്നിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് അവർക്കെല്ലാം ഫൈൻ കൊടുക്കുക. ഓ ഇമാരോ? അത് അപ്പു നീതു. ജോസഫ് ദബീര്, അവരാണ് നമ്മുടെ ഫ്രണ്ട്സ്. ചെറിയൊരു കാലിന്, അതെ, നീതുവിന്റെ കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റി. അത് കാരണം ഞങ്ങൾ ഇവിടെ വരാൻ കാര്യം തന്നെ. അതെ, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡൗൺ ടൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ യൂറോപ്പിലൊക്കെ പോയാലേ, യൂറോപ്പിൽ എനിക്കറിയില്ല, ഞാൻ ലണ്ടനിൽ പോയിട്ടുണ്ട്. ലണ്ടനൊക്കെ അത്രയല്ല, ആവട്ടെ വഴി കൂടെയാണ്. നമ്മൾ കഴിക്കേണ്ട ഫുഡ് എന്നാന്ന് അല്ല, ഒരു ഷോപ്പ് നമ്മൾ തീരുമാനം കേട്ടോ. ഒത്തിരി കണ്ടംപററി ക്വിസിൻ, ഒത്തിരി ഓപ്ഷനുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് കഴിക്കണം എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ഗ്രില്ലടിക്കാൻ തീരുമാനിച്ചു, ബിക്കോസ് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടേ. കലമാരി, ഫ്രൈഡ് കലമാരി. ഞങ്ങളുടെ സെക്കൻഡ് റെസ്റ്റോറൻറ്റ്. ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് മെക്സിക്കൻ ഫുഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. സോ ഞങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടറും കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ലാവണ്ടർ, ഇതായിരുന്നു ഞങ്ങൾ ആക്ച്വലി കയറാൻ ഉദ്ദേശിച്ചു. പിന്നെ എന്തുകൊണ്ടോ ഇവിടെ ആൾക്കാരില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ മാറിയതാണ്. അപ്പോൾ ഇതൊരു അല്ല, ഒത്തിരി കണ്ടംപററി റെസ്റ്റോറൻറ്റാണ്, ക്വിസീനാണ്. സോ മിക്സ് ആയതുകൊണ്ട് നമ്മളങ്ങനെ നോക്കാം. നല്ലൊരു റെസ്റ്റോറൻറ്റ്. വെറൈറ്റി തന്നെ. അല്ല, ഇതെന്താന്ന് പറഞ്ഞത്? ചിക്കൻ ഫാമോ അല്ല, എന്തോ പാസ്തയുടെ സ്കീമോ. ഇത് ആൽഫ്രഡോ ഗ്രാൻഡ് ആണ്. സ്റ്റേക്ക് ബർഗർ. ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നല്ല രസം കേട്ടോ. ഇച്ചിരി നല്ല തണുപ്പൊക്കെ കേട്ടോ. 12 ഡിഗ്രി ഒക്കെ ആയിരുന്നു.
ഇത് നല്ല നല്ല വ്യൂ ആണല്ലോ. ഈ കനാല് ആഹാ പൊങ്കം താഴുകയും ചെയ്യും. ഓക്കെ. സോ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ബോട്ട് ഇവിടെ വരും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ വാട്ടർ ലെവൽ, ഈ താഴത്തെ വാട്ടർ ലെവൽ അവിടെ താഴ്ത്തും, എന്നിട്ട് ഇറക്കി വിടും. എന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ബോട്ട് അവിടെ ഇറങ്ങി പോകുന്നത്. ഈ സെയിം സിസ്റ്റമാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ വെള്ളം കൂടുതലാ. ഇപ്പം ഇവിടെ ഈ വെള്ളം ഈ ലെവലിൽ ഇപ്പം ശരിക്കും ഈ താഴത്തോട്ട് ഇറങ്ങാം. അപ്പം ഇതിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിൽ ലോക്കുണ്ട്, ഇതിൻ്റെ ബാക്കിലൊരു ലോക്കുണ്ട്. സോ ഇത് വന്നു കഴിയുമ്പോഴത്തേന് ഈ വാട്ടർ ലെവലിലൂടെ വെച്ചോണ്ട് ഇതിനകത്തെ വാട്ടർ ലെവൽ താത്തും. അപ്പം അടുത്ത ലോക്കിലോട്ട് പോകാനുള്ള വാട്ടർ ലെവലാവും. ഓക്കെ. അങ്ങനെ ലോക്ക് ബൈ ആയിട്ടാണ് ഈ സമയം എടുത്തേ ഉള്ളൂ. അങ്ങനെയാണ് പനാമ കനാലും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ അല്ലാതെ ഇത് മാറത്തില്ലല്ലോ. ഈ ഞാൻ കണ്ടായിരുന്നു ഒരു ഫോട്ടോഷൂട്ട് അല്ലേ. ഓക്കെ, വെഡിങ് ആണെന്ന് തോന്നുന്നു. ആ പക്ഷെ നമുക്ക് ഇവിടെ ഇതിന്റെ വിസിനിറ്റി കയറത്തില്ലല്ലോ. ഇതിന്റെ വിസിറ്റി അല്ല, ഇവിടെ താഴെ വരുമ്പോൾ പക്ഷെ സ്ലോ ബോട്ട് ഇതെന്നാ മെട്രോ ബോട്ട് പോലത്തെ ഒരു സാധനം. ആ സാധനം ഓക്കെ ഓക്കെ. പതുക്കെ പോവുള്ളൂ. അങ്ങോട്ട് പോയി നല്ല നല്ല സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫണ്ണി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണേ. നല്ല ഭംഗിയുള്ള സിറ്റി, ഓൾഡ് ഏൻഷ്യൻ സിറ്റി എന്ന് ഒക്കെ പറയുന്നില്ലേ. ദാറ്റ്സ് കാനഡയുടെ നമ്മുടെ തന്നെ ക്യാപിറ്റലാണ് കേട്ടോ. അതിൻ്റെ പാർലമെൻറ്റ് മന്ദിരമാണ് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടക്കുന്നത്. ഇവിടെ എപ്പോഴും പോലീസ്, ആ പോണ വണ്ടിയെല്ലാം പോലീസ് വണ്ടിയാണ്. എപ്പോഴും പോലീസുകാർ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും പ്രൊട്ടസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ഇന്നും നമ്മളൊന്നും കണ്ടില്ല. ബട്ട് ഇവിടെ എപ്പോഴും അങ്ങനെയാണെന്നാണ് പറയുന്നത്. നല്ല കാറ്റ്, നല്ല വ്യൂ ആണല്ലോ. അവളെന്തി പോയോ? അയ്യോ അതിനത് അറിയാച്ചല്ലേ നമ്മൾ ബ്രിട്ടീഷുകാരുടെ നമ്മൾ ലണ്ടനിൽ പോയപ്പോൾ കണ്ടില്ലേ പാർലമെൻറ്റ്, അതേ ഒരു സെറ്റപ്പ്. ഞാൻ ഇവിടെ നിന്നിട്ടാ. ഓക്കെ, നമ്മളിനി എങ്ങോട്ടാ പോണേ? ആർ യു സീരിയസ്? സമയന്നേ ഇപ്പൊ സമയന്നേ. യെസ് ഗായ്സ്, ഇതേ നല്ലൊരു സിറ്റിയാണ്. അപ്പം ഇപ്പോൾ ഒരു വീക്കെൻഡിൻ്റെതായ ഒരു തിരക്കുകളും കാര്യങ്ങളും, എന്നാൽ അത്രയ്ക്കില്ല കേട്ടോ. ഇവരുടെ പാർലമെൻറ്റ്, അതുപോലെ തന്നെ ഇതാണ് മെയിൻ ഇവരുടെ ക്യാപിറ്റൽ. സോ നമ്മൾ ഈ ഒരു എന്നൊക്കെ കറക്റ്റ് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, നമുക്കിങ്ങനെ കണ്ടുപോകും. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ഓക്കെ, പഴയ ഒരു ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നിലനിർത്തി. എന്തൊക്കെയോ റിനോവേഷനൊക്കെ അപ്പുറത്ത് നടക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങനെ അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ചെറിയൊരു ഡേ ട്രിപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ കൂടുതലും നമ്മൾ ഇന്ന് വെളുപ്പിനെ ഉറങ്ങിയത്, നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിട്ടേ. സോ അങ്ങനെ ഇനിയിപ്പം നാളെ ആയിരിക്കും നാളെ അടുത്ത സ്ഥലത്ത് പോകും. അപ്പോൾ നമ്മളൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി നമ്മളിനി വീട്ടിൽ പോവാണ്. അടുത്ത വർത്താനൊക്കെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരിക്കാൻ ചില്ല് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ വ്ളോഗ് ആയിട്ടാണ്. അതായിരിക്കും ബൈ.